വ്ളോഗ്സ്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ റോസ്റ്റാണ്. ചെമ്മീൻ റോസ്റ്റിന് ആവശ്യമായ സാധനങ്ങളാണ് ഞാൻ എടുത്തു വെച്ചേക്കുന്നത്. നമുക്ക് എന്താണെന്ന് നോക്കാം. ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, കാശ്മീരി ചില്ലി പൗഡർ, ഉപ്പ്, കറിവേപ്പില, ചെമ്മീൻ, ആവശ്യത്തിന് വെള്ളം. ചെമ്മീൻ ഞാൻ ചെറുതായിട്ട് ഉപ്പും മുളകും പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെമ്മീൻ റോസ്റ്റിനുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി നമ്മൾ ആ ബൗളിലേക്ക് മാറ്റുന്നു. വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയുള്ളി നമ്മൾ ബൗളിലേക്ക് മാറ്റി അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും ചില്ലി പൗഡറും കൂടി ആ ബൗളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബൗൾ അടച്ചു. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. നമ്മൾ അരച്ചു കഴിഞ്ഞു. നല്ലപോലെ തന്നെ പേസ്റ്റ് രൂപത്തിൽ തന്നെ അരച്ചെടുക്കാൻ നോക്കണം. ഇനി നമുക്ക് ഇങ്ങനെയാണ് ചെമ്മീൻ റോസ്റ്റ് തയ്യാറാക്കണേന്ന് നോക്കാം. ഞാൻ പാൻ എടുത്തിട്ടുണ്ട്, ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചെമ്മീൻ വേവാനുള്ള വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് ഇതിലേക്ക് ഞാൻ ചെമ്മീൻ എടുത്തിടുവാണ്. വേവിക്കാൻ വെച്ച ചെമ്മീൻ്റെ കൂടെ തന്നെ ഞാൻ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാൻ വെക്കാം. വെന്തോന്ന് നമുക്ക് നോക്കാം. ചെമ്മീൻ അത്യാവശ്യം നല്ല രീതിയിൽ കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചേക്കുന്ന പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അരച്ചു വെച്ചേക്കുന്ന പേസ്റ്റ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തു. നമുക്കിതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ വറ്റിച്ചെടുക്കണം. ഇനി നമുക്കത് അടച്ചു വെച്ചിട്ട് വറ്റിച്ചെടുക്കാം. ഇനി നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ ചെമ്മീൻ നല്ലപോലെ വറ്റി റോസ്റ്റായി വന്നിട്ടുണ്ട്. നല്ലപോലെ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഞാനിത് ഓഫ് ചെയ്യാണ്. ഇത് നമുക്ക് ഇടിയപ്പത്തിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കോമ്പിനേഷനായിട്ട് കഴിക്കാൻ പറ്റും. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.